എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ല നാടൻ ഐറ്റമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുക, അതിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഈ ശർക്കരയിൽ വിളയിച്ച് എടുക്കണം. ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ആ ശർക്കരയുടെ വെള്ളം നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് വിളയിച്ച് എടുക്കുക. അതിലേക്ക് ഒന്നുകൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകം പൊടിച്ചതും ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഓവറായിട്ട് ഡ്രൈ ആക്കണ്ട, ഇത്ര തന്നെ. ഈ ഒരു പരുവത്തിന് നമുക്കത് മാറ്റാം. അപ്പോൾ നമ്മുടെ തേങ്ങ ശർക്കര കൂട്ടുവിടെ റെഡി. ഇനി നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടിയാണ്. നല്ല വറുത്ത പത്തിരിപ്പൊടി. അത് ഒരു 1.5 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1.5 കപ്പ്, കറക്റ്റ് പൊടി എടുത്തത് എത്രയാണോ അത്ര തന്നെ എടുക്കുക, 1.5 കപ്പ്. പിന്നെ നമ്മുടെ പൊടിക്കനുസരിച്ച് കുറച്ചുകൂടെ വെള്ളം ചില പൊടിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ പറയാം 1:1 എന്നുള്ള റേഷ്യോയിലാണ്. വേണമെങ്കിൽ ഒരിത്തിരി കൂടെ വെള്ളം നിങ്ങൾ ചേർക്കുക. എന്നിട്ട് ഉപ്പും ചേർത്ത് ഈ വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ പൊടിക്കൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇനി നമ്മളതിലേക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വെള്ളം എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ, കട്ടയൊന്നും ഉണ്ടാവരുത്, പൊടിയുടെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി കുറച്ച് സമയം വാട്ടി എടുക്കുക. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ പൊടി നല്ലതുപോലെ കൈകൊണ്ട് അമർത്തി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ പൊടി വാട്ടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, കട്ടയൊന്നും ഉണ്ടാവരുത്, അതുപോലെ നനയാത്ത പോർഷൻ ഉണ്ടാവരുത്. അങ്ങനെ വന്നാൽ ക്രാക്ക് വീഴും. ഇത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഉരുളകളാക്കി വെക്കുക. അപ്പം ആദ്യം തന്നെ എത്ര ഉരുളയാണ് നമുക്ക് വേണ്ടത് അത് അങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ ചെയ്തെടുക്കാൻ ഈസിയാണ്. ഇപ്പോൾ ഒരു 1.5 കപ്പ് പൊടി കൊണ്ട് ഒരു 11-12 എണ്ണമൊക്കെ നമുക്ക് കിട്ടും. ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമ്മളത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയ്യിൽ എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും തടവിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ആദ്യം ഒരു ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബോളായിട്ട് നമ്മളത് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളതിൽ ഒരു ഹോളിട്ട് കൊടുക്കുക. ഒരു ചെറുങ്ങനെ നമ്മളെ വിരൽ കൊണ്ട് ഒരു ഹോളിട്ടിട്ട് ഒരു കുഞ്ഞി കപ്പിൻ്റെ ഷേപ്പിൽ ഒന്ന് കൈകൊണ്ട് തന്നെ ഒരു വെള്ളം ഒന്ന് ഇങ്ങനെ തൊട്ട് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കത് ശരിയായിട്ട് കിട്ടും. പിന്നെ ഓവർ നൈസ് ആവുകയും വേണ്ട, ഓവർ കട്ടിയും വേണ്ട. ഷേപ്പ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ശർക്കര തേങ്ങ മിക്സ് വെക്കണം. അപ്പോൾ അത് വെക്കുമ്പം ഒരു വലിയ ബോളൊന്നും എടുക്കരുത്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ തേങ്ങ ശർക്കരൻ്റെ ആ ഒരു മിക്സ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു വിളയിച്ചെടുക്കുമ്പം നനവില്ലാണ്ടിരുന്നാൽ ഇങ്ങനെ നമുക്ക് വെക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ക്രാക്കൊക്കെ വീഴും. എന്നിട്ടത് നല്ലപോലെ ഫില്ല് ചെയ്ത് എടുക്കുക. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വരകളുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ട് നമ്മളത് അടക്കുക. എന്നിട്ട് പതുക്കെ അത് കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് നല്ല റൗണ്ടാക്കിയിട്ട് എടുക്കുക. പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നല്ല റൗണ്ടായിട്ട് തന്നെ നമുക്കത് കിട്ടും. ഇപ്പോൾ ഇതാ നല്ല ഒരു ബോളായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പൊടി വാട്ടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തേങ്ങ വിളയിച്ചെടുക്കുമ്പോൾ
അത് പാകത്തിന് പരുവത്തിന് ആക്കി എടുക്കുക. ഓവർ കട്ടിയാവരുത്, അതേപോലെ തന്നെ വെള്ളമയം ഉണ്ടാവരുത്. എന്നിട്ട് ഇതേപോലെയുള്ള ബോളുകളാക്കിയിട്ട് നമ്മളെല്ലാം ഉരുട്ടി എടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമ്മൾ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇത് ആവിയിൽ വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ ചൂടുവെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റുക. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ക്രാക്സ് ഒന്നും വീണിട്ടില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തിയാണ്, അത് ഒരു പ്രത്യേകതയാണ്. നാടനാണെങ്കിലും ഹെൽത്തി ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്